7 വർഷം തടവ്. ഭിക്ഷാടനത്തിനു വേണ്ടി കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട IPC സെക്ഷൻ. (363A) IPC സെക്ഷൻ 82 പ്രകാരം എത്ര വയസ്സിൽ താഴെയുള്ള കുട്ടി ചെയ്ത തെറ്റാണ് കുറ്റകരമാകാത്തത്? 7 വയസ്സ്. വലിയൊരു കുറ്റം തടയുന്നതിനു വേണ്ടി ചെയ്യേണ്ടി വരുന്ന ചെറിയ കുറ്റത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ. സെക്ഷൻ 81. ഒരു അറസ്റ്റ് വാറന്റ് അടിയന്തരമായി നടപ്പിലാക്കേണ്ടതാണെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അഭാവത്തിൽ മറ്റാരെയെങ്കിലും ചുമതലപ്പെടുത്താൻ കോടതിക്ക് കഴിയുമെന്ന് പറഞ്ഞിരിക്കുന്ന CRPC സെക്ഷൻ. സെക്ഷൻ 72. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മോഷണം നടത്തുന്നതിനും അവ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട IT ആക്ട് വകുപ്പ്. സെക്ഷൻ 66B. ഏത് വകുപ്പ് പ്രകാരമുള്ള മരണത്തിന്റെ കാരണങ്ങളെക്കുറിച്ചാണ് CRPC സെക്ഷൻ 176 പ്രകാരം മജിസ്ട്രേറ്റ് അന്വേഷണം നടത്തുന്നത്? സെക്ഷൻ 174(3). കാണാതായയാളെ കണ്ടെത്താൻ പോലീസ് ശ്രമിക്കണമെന്ന് അനുശാസിക്കുന്ന കേരള പോലീസ് ആക്ട്. സെക്ഷൻ 57. IPC സെക്ഷൻ 375 എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ബലാത്സംഗം. ഒരു പോലീസ് സ്റ്റേഷനിൽ ഓരോ വർഷവും റിപ്പോർട്ടാകുന്ന എല്ലാ കേസുകളുടെയും വിവരങ്ങൾ ക്രൈം നമ്പർ അനുസരിച്ച് രേഖപ്പെടുത്തി വയ്ക്കുന്ന രജിസ്റ്റർ. FIR. പൊതുജന ശല്യം ഉൾപ്പെടുന്ന IPC സെക്ഷൻ. സെക്ഷൻ 268. NDPS ആക്ട് പ്രകാരം നിയമപരമല്ലാതെ നേടിയെടുത്ത വസ്തു പിടിച്ചെടുക്കാനോ മരവിപ്പിക്കാനോ അന്വേഷണ ഉദ്യോഗസ്ഥന് അധികാരമുണ്ട് എന്ന് വിശദീകരിക്കുന്ന വകുപ്പ്. സെക്ഷൻ 68F. ഇന്ത്യയിലെ ഏത് സേനയുടെ മുൻകാല നാമമായിരുന്നു ക്രൗൺ റെപ്രസെന്റേറ്റീവ് പോലീസ്? CRPF. പോക്സോ ആക്ടിൽ പറയുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്യുവാൻ ഒരാളെ പ്രേരിപ്പിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് ശിക്ഷാർഹമാകുന്നത്? 16. IPC സെക്ഷൻ 410 എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? കളവ് മുതൽ. നദിയിലോ പൊതുജല സംഭരണിയിലോ ജലം മലിനമാക്കുന്നത് പ്രകാരം ശിക്ഷ നൽകുന്ന വകുപ്പ്. സെക്ഷൻ 277. പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന വിധം വിശദീകരിച്ചിരിക്കുന്ന വകുപ്പ്. സെക്ഷൻ 24. 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ബലാത്സംഗം ചെയ്താൽ ഉള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC വകുപ്പ്.
സെക്ഷൻ 376A(b). ഇന്ത്യയിലെ ആദ്യ നിയമ കമ്മീഷൻ. മെക്കാളെ കമ്മീഷൻ. ഗർഭം അലസിപ്പിക്കലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ. IPC സെക്ഷൻ 312. IPC സെക്ഷൻ 359 പ്രകാരം ആൾമോഷണം എത്ര വിധം? 2 വിധം. സെക്ഷൻ 304A എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അശ്രദ്ധ മൂലം മരണം സംഭവിക്കുന്നത്. പോക്സോ നിയമപ്രകാരം 18 വയസ്സിന് താഴെയുള്ളവരാണ് കുട്ടികൾ എന്ന് നിർവചിക്കുന്നത് ഏത് വകുപ്പിലാണ്? പൂവാല ശല്യവുമായി ബന്ധപ്പെട്ട IPC സെക്ഷൻ. D. മനഃപൂർവ്വം ആസിഡ് ആക്രമണത്തിലൂടെ മാരകമായി മുറിവേൽപ്പിക്കുന്നതിനുള്ള ശിക്ഷ എന്താണ്? 10 വർഷത്തിൽ കുറയാതെ തടവ് ശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം കൂടെ പിഴയും. താഴെ തന്നിരിക്കുന്നവയിൽ പോലീസിന് വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യുവാനും ജാമ്യം ലഭിക്കാത്തതുമായ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട സെക്ഷൻ. F. ഗവൺമെന്റുമായി സഹകരിച്ച് സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നവരാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. IPC സെക്ഷൻ 82 പ്രകാരം എത്ര വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന തെറ്റാണ് കുറ്റകരം ആകാത്തത്? 7 വയസ്സ്. പോക്സോ നിയമത്തിലെ 16-ാം വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് ന്യായവിരുദ്ധമായി സംഘം ചേർന്ന് ലഹള ഉണ്ടാക്കുന്നത് IPCയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് ശിക്ഷാർഹമാകുന്നത്? 147. CRPC സെക്ഷൻ 53 എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? പോലീസ് ഉദ്യോഗസ്ഥന് അപേക്ഷയിന്മേൽ പ്രതിയെ ചികിത്സകൻ പരിശോധിക്കുന്നത്. കോടതിയിൽ മജിസ്ട്രേറ്റിനോ ജഡ്ജിക്കോ നേരിട്ട് മനസ്സിലാകുന്ന തരത്തിൽ കൊടുക്കുന്ന തെളിവിന് പറയുന്നത്. റിയൽ എവിഡൻസ്. പോലീസിന് വാറന്റോടുകൂടി മാത്രം അറസ്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള കുറ്റം. നോൺ കൊഗ്നൈസബിൾ കുറ്റം. അറസ്റ്റ് ചെയ്ത ഒരാളെ എത്രയും പെട്ടെന്ന് ഒരു മെഡിക്കൽ ഓഫീസറെ കൊണ്ട് മെഡിക്കൽ പരിശോധന നടത്തണമെന്ന് CRPCയുടെ ഏതു വകുപ്പിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്?
54. IPC സെക്ഷൻ 300 എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? കൊലപാതകം. ഇന്ത്യയിലെ ആദ്യ നിയമ കമ്മീഷനായ മെക്കാളെ കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ നിയമം? ചാർട്ടർ ആക്ട് 1833. വിദേശ നിയമം, സാഹിത്യം, കല, കൈയക്ഷരം തുടങ്ങിയവയെക്കുറിച്ച് നൽകുന്ന തെളിവുകളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഇന്ത്യൻ തെളിവ് നിയമത്തിലെ വകുപ്പ് ഏത്? സെക്ഷൻ 45. മോഷണം മുതൽ ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു സാധനം സ്വീകരിക്കുന്നതിനുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന IPC വകുപ്പ്? സെക്ഷൻ 411. ഒരാൾ സംശയാസ്പദമായ സാഹചര്യത്തിൽ മരിച്ചാൽ നടത്തേണ്ട അന്വേഷണത്തെപ്പറ്റിയും റിപ്പോർട്ടിനെപ്പറ്റിയും പ്രതിപാദിക്കുന്ന വകുപ്പ്? സെക്ഷൻ 174. ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ച് പറയുന്ന കേരള പോലീസ് ആക്ട്? KP ആക്ട്. അന്യായമായി തടഞ്ഞു വെക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ? സെക്ഷൻ 339. ഒരു കേസിലെ സാക്ഷികൾക്ക് തപാൽ വഴിയും സമൻസ് നടത്താമെന്ന് CRPC ഏത് വകുപ്പിലാണ് പറഞ്ഞിരിക്കുന്നത്? 69. ഒരു പോലീസ് സ്റ്റേഷൻ തുടങ്ങിയ വർഷം, സ്ഥലം, അധികാരപരിധി തുടങ്ങിയ പോലീസ് സ്റ്റേഷൻ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വയ്ക്കുന്ന രജിസ്റ്റർ? കുറ്റകരമായ നരഹത്യയെക്കുറിച്ച് പറയുന്ന IPC സെക്ഷൻ? IPC സെക്ഷൻ 299. സെക്ഷൻ 74 എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ഒരു പോലീസ് ഉദ്യോഗസ്ഥന് നിർദ്ദേശിക്കപ്പെട്ട വാറന്റ്? കളവ് മുതലിനെക്കുറിച്ച് പറയുന്ന IPC സെക്ഷൻ? IPC സെക്ഷൻ 410. ഒരാളെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് IPCയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് ശിക്ഷാർഹമാകുന്നത്? 306. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണമെന്ന് പ്രതിപാദിക്കുന്ന CRPC സെക്ഷൻ? CRPC 57. ബലാത്സംഗം നടത്തുന്ന ഏതൊരാൾക്കും ലഭിക്കുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ? 7 വർഷം കഠിന തടവ്. നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ സ്ഥാപിതമായ വർഷം? 1986.
ഒരു വ്യക്തി നിയമവിരുദ്ധമായ അശ്രദ്ധയോട് ചെയ്യുന്ന പ്രവൃത്തി കാരണം മാരകമായ രോഗപകർച്ച, ജീവഹാനിക്ക് കാരണമായാൽ ആ വ്യക്തിയെ ഏത് വകുപ്പ് പ്രകാരമാണ് ശിക്ഷിക്കുന്നത്? 269. സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ട IPC സെക്ഷൻ. (304B). ഒരു ജാമ്യമില്ലാത്ത കേസ് വിവരം വാക്കാൽ ലഭിച്ചാൽ ചെയ്യേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന CRPC വകുപ്പ്. സെക്ഷൻ 154. ഒരു കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് കേസിലെ വിവരങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കാൻ അധികാരം നൽകുന്ന CRPC വകുപ്പ്. സെക്ഷൻ 160. IPC 376 AB വകുപ്പ് കൂട്ടിച്ചേർത്ത വർഷം. 2018. IT ആക്ട് 2000 പാസാക്കിയപ്പോൾ നിലവിലെ രാഷ്ട്രപതി. KR നാരായണൻ. ഒരു കേസിലെ സാക്ഷികൾക്ക് തപാൽ വഴിയും സമൻസ് നടത്താമെന്ന് CRPC ഏത് വകുപ്പിലാണ് പറഞ്ഞിരിക്കുന്നത്? 69. IPC നിയമം രൂപീകരിച്ച വർഷം. 1860. സാക്ഷികൾ ഹാജരാകണമെന്ന് ആവശ്യപ്പെടാൻ പോലീസ് ഉദ്യോഗസ്ഥനുള്ള അധികാരം. സെക്ഷൻ 160. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന ഭാവേനെ ആൾമാറാട്ടം നടത്തുന്നത് IPCയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് ശിക്ഷാർഹമാകുന്നത്? സെക്ഷൻ 170. സൈബർ നിയമം അനുസരിച്ച് കമ്പ്യൂട്ടർ ഹാക്കിങ്ങിന് കിട്ടാവുന്ന പരമാവധി ശിക്ഷ. 3 വർഷം തടവ്. ട്രാഫിക് നിയന്ത്രണവും ക്രമീകരണവും പോലീസ് നടപ്പിലാക്കണമെന്ന് കേരള പോലീസ് ആക്ട് ഏത് വകുപ്പിലാണ് പ്രതിപാദിക്കുന്നത്? 61. സൂര്യോദയത്തിന് മുമ്പും സൂര്യോദയത്തിന് ശേഷവും ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആരുടെ അനുമതിയാണ് മുൻകൂറായി വാങ്ങേണ്ടത്? ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. IPC സെക്ഷൻ 325 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? സ്വമേധയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനുള്ള ശിക്ഷ. മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെക്കുറിച്ച് പോസ്കോ നിയമത്തിൽ പരാമർശിക്കുന്ന വകുപ്പ് ഏത്? സെക്ഷൻ 23. CRPC വകുപ്പ് 174 പ്രകാരമുള്ള നടപടിക്രമത്തിലെ ഭാഗമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വ്യക്തികളെ വിവരശേഖരണത്തിനായി സമൻസ് വഴി വരുത്താമെന്നു പറയുന്ന വകുപ്പ് ഏത്? സെക്ഷൻ 175.
ഒരു വ്യക്തി 18 വയസ്സ് തികയാത്ത കുട്ടിയെ അശ്ലീല ചിത്രീകരണത്തിനായി ഉപയോഗിച്ചാൽ പോസ്കോ ആക്ട് പ്രകാരം എങ്ങനെയാണ് ശിക്ഷാർഹമാകുന്നത്? 13. ചൈൽഡ് പോണോഗ്രഫി എന്നത് IT ആക്ടിൽ ഏത് സെക്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സെക്ഷൻ 67B. ഇന്ത്യൻ തെളിവ് നിയമം ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രാബല്യത്തിൽ വന്നത് എന്ന്? 1872 സെപ്റ്റംബർ 1. സ്വകാര്യ സ്ഥലങ്ങളിൽ പോലീസിന്റെ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്ന കേരള പോലീസ് ആക്ട് ഏതു വകുപ്പിലാണ്? സെക്ഷൻ 37. ആൾമാറാട്ടം നടത്തുക IT ആക്ട് ഏതു സെക്ഷനിൽ പെടുന്നു? സെക്ഷൻ 66D. മനുഷ്യക്കച്ചവടം നടത്തുന്നതിനെപ്പറ്റി പരാമർശിപ്പിക്കുന്ന വകുപ്പ്? കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ കാണുന്നതും പ്രചരിപ്പിക്കുന്നതും തടയുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി? ഓപ്പറേഷൻ പി ഹണ്ട്. കേരള പോലീസിന്റെ പ്രത്യേക വിങ്ങുകൾ, ബ്രാഞ്ചുകൾ, സ്ക്വാഡുകൾ, യൂണിറ്റുകൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്? സെക്ഷൻ 21. ആസിഡ് ആക്രമണത്തിലൂടെ ഒരാൾക്ക് ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് IPCയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് ശിക്ഷാർഹമാകുന്നത്? 326A. യാത്രക്കിടെ നടത്തുന്ന കുറ്റകൃത്യങ്ങളുടെ വിചാരണയെപ്പറ്റി പറയുന്ന CRPC വകുപ്പ്? സെക്ഷൻ 183. അന്വേഷണ സമയത്ത് വാറന്റ് ഇല്ലാതെ സെർച്ച് നടത്താവുന്ന ഉദ്യോഗസ്ഥൻ? അന്വേഷണ ഉദ്യോഗസ്ഥൻ.